വ്രതാനുഷ്ഠാനത്തിന്റെ അകപ്പൊരുൾ അറിയാം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ജാലകം തുറക്കാം. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ റമദാൻ 22ാമത്തെ നോമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ധാരാളം പുണ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസ് വിളിക്കുന്ന ശ്രോതാക്കളോട്, മത്സരാർത്ഥികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസാനത്തെ 10 എന്നുള്ള വിഷയത്തിലായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇവരുടെ ഡെസ്കിൽ നിന്ന് ഞാൻ മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം ഇൻസാഫ് ഉണ്ട്, അതോടൊപ്പം നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരനായിട്ടുള്ളൊരു ആങ്കർ കൂടിയുണ്ട് ഇർഫാൻ മുഹമ്മദ് നമ്മോടൊപ്പം ഉണ്ട്. ഇർഫാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ഇർഫാനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്, നമ്മളെ പുതിയ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. പറയൂ. എൻ്റെ നാട് തൃശ്ശൂർ. ഞാനിപ്പോൾ 8ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ് 9ക്ക് ഇനി സ്കൂൾ ഓഫ് ഖുർആൻ റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് പഠിക്കണത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മാഷാ അല്ലാഹ്. മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഇർഫാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ വിഷയം റമദാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ്. ധാരാളം നന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടുമുറുക്കിയെടുത്ത് രാത്രികളെ ജീവിപ്പിച്ചിരുന്ന ഒരു രാത്രി കൂടിയാണ് അല്ലേ ഇൻസാഫ്? അങ്ങനെയാണ് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സമയമില്ല, നമുക്ക് വൈകിക്കാതെ ഒന്നാമത്തെ കോളിലേക്ക് പോകാം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ റെഡിയാണോ? കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വിളിക്കുന്നത് ആരാണ്? ഹലോ, ക്ലിയർ ആവുന്നില്ല, നേരത്തെ കേട്ടിരുന്നു. ഓക്കെ, റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷംവീദ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് ഷംവീദ്? പേര് വ്യക്തമായില്ല. ഷംറിൻ. എവിടുന്നാ ഷംറിൻ വിളിക്കുന്നത്? അലനല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഷംറിൻ? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാഹ്. ഏത് സ്കൂളിലാണ്? ഇർഷാദ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, ഇന്ന് നമ്മോടൊപ്പം ഒരു കൊച്ചു അതിഥി കൂടിയുണ്ട്, ഇർഫാൻ. ഓക്കെ, അപ്പോൾ ഇർഫാൻ നമ്മോടൊപ്പം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഷയം ഏതാണെന്ന് അറിയോ? റമദാനിലെ അവസാനത്തെ 10നെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ കേൾക്കാൻ റെഡിയാണല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇർഫാൻ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലൈലത്തുൽ ഖദർ പ്രധാന വിഷയമായ സൂറത്തിന്റെ പേര് എന്താണ്? ചോദ്യം വ്യക്തമാണോ? എന്നാ ഉത്തരം ചോദ്യം വ്യക്തമാണോ? ലൈലത്തുൽ ഖദർ പ്രധാന വിഷയമായ ഒരു സൂറത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടല്ലേ? നമ്മുടെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. ഫാമിലിയോടൊക്കെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഉത്തരം പറയാനുള്ള സമയമുണ്ട്. ഫാമിലി ലൈവ് ടെലിക്വിസ് ആയതുകൊണ്ട് തന്നെ സൂറത്തുൽ ഖദർ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇർഫാൻ പറയട്ടെ, ശരിയാണോ? ഉത്തരം ശരിയാണ്. മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരാ ഉത്തരം പറഞ്ഞു തന്നെ? താത്തയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ലൈലത്തുൽ ഖദർ
എന്നത് ഖദർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ നമുക്കറിയാം അല്ലേ? അതിൽ ഖദർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ലൈലത്ത് എന്ന് പറഞ്ഞ രാത്രിയാണ്. ഖദർ എന്ന് പറഞ്ഞ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. വേഗം ആലോചിച്ച് ഉത്തരം പറയാം. താത്തനോടൊക്കെ ചോദിക്കാം, താത്തനോട് ഉമ്മനോടൊക്കെ ചോദിക്കാം. ആണോ? ആ, ഉത്തരം പറഞ്ഞോ എന്ന് സംശയമുണ്ടല്ലേ? ഉത്തരം ഒന്നുകൂടെ ആവർത്തിക്കാമോ? വിധി വിധി എന്നാണോ പറഞ്ഞത്? വിധി എന്നാണോ പറഞ്ഞത് ഷംറീൻ? വിധി. നിധി. ഹലോ, ആ പറയൂ. വിധിയാണോ? നിധി എന്നാണോ പറഞ്ഞത്? വിധി. വിധി. ആ. ആ, വിധി എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ് അല്ലേ? അതെ, പ്രധാനമായിട്ടും ഖദർ എന്ന് പറയുമ്പോൾ 3 അർത്ഥങ്ങൾ, നിർണായകമെന്നും അതുപോലെ തന്നെ തീർപ്പ് കൽപ്പിക്കുന്ന രാത്രി എന്നും വിധി എന്നും അർത്ഥം വരുന്നുണ്ട്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. 3-ാമത്തെ ചോദ്യം. അപ്പോൾ 2-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും താത്തയാണോ പറഞ്ഞത്? ആ. ഓക്കെ, താത്തന്റെ പേര് പറയൂ. സൈനബ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? താത്തയിച്ചില്. മാഷാ അല്ലാ. ഓക്കെ, അപ്പോ 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഷംറീൻ കേൾക്കുന്നുണ്ടോ? 3-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഷംറീൻ, ഹലോ ഷംറീൻ, റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ല. ഓക്കെ, 3-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ. ഓക്കെ, 3-ാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ആ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ചോദ്യം വ്യക്തമാണോ? ആ. അന്ന് വേഗം ഉത്തരം പറഞ്ഞോളൂ. ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന എന്നുള്ളതാണ്. അറിയില്ല, എന്നാലൊരു പ്രാർത്ഥന പറയാം. ആയിക്കോട്ടെ, വേഗം നമ്മൾ ആലോചിച്ച്, നമ്മൾ ഫാമിലി ലൈവ് ടെലിക്യൂസ് ആണ്. നമ്മുടെ കുടുംബത്തോടൊപ്പം ഉത്തരം പറയാനുള്ളതാണ്. ചർച്ച ചെയ്ത് ഉത്തരം പറയാം. 20 സെക്കൻഡ് ടൈമറോട് ഓൺ ആയിട്ടുണ്ട്. വേഗം ആലോചിച്ച് ഉത്തരം പറയുക. കുടുംബത്തോടൊപ്പം ആലോചിക്കാം. അല്ലാഹുമ്മ ഇസ്തഖിനി മിനന്നാർ. ഓക്കെ, ഹലോ? ഉത്തരം പറഞ്ഞോളൂ. ഉറപ്പാണോ? അല്ലാഹുമ്മ. ഒന്നും കൂടി ആലോചിക്കാം. അറിയില്ല, ഉറപ്പില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ ടൈമറോട് അല്ലാഹുമ്മ ഇസ്തഖിനി മിനന്നാർ വഅദ്ഖിൽനി ജന്നത. അല്ലാഹുമ്മ എന്നുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ട പ്രത്യേകമായൊരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ഏതാണ് ആ പ്രാർത്ഥന എന്നുള്ളതാണ് ചോദ്യം. 3-ാമത്തെ ചോദ്യമായിരുന്നു. ഉത്തരം അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പ്രാർത്ഥനയാണ് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് റമദാൻ ലൈവ് ഫാമിലി ടെലിക്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആ. വിളിച്ചിട്ടുണ്ട്. സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷേ എന്തായാലും സന്തോഷിക്ക് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നു അല്ലേ? 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു. 3-ാമത്തെ ചോദ്യം ചെറിയൊരു നിർഭാഗ്യവശാൽ തെറ്റിപ്പോയതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വീണ്ടും പരിശ്രമിക്കുക, വീണ്ടും വിളിക്കുക, സമ്മാനം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജസാക്കമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്യൂസിൻ്റെ ആദ്യ കോളറാണ്. ഈ അവസാനത്തെ 10 റമദാനിലെ അവസാനത്തെ 10 എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത കോളിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ റമദാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹനീന. ഹനീന എന്നാണ് ഉത്തരം പറഞ്ഞത്. ആ ഓക്കെ, ഹനീന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. ആ, സ്ഥലം എവിടെയാ? പുലാമന്തോൾ. പുലാമന്തോൾ. ഏത് ക്ലാസ്സിലാണ് 4ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? LVLP സ്കൂൾ. ഒന്നും കൂടി പറയാമോ? LVALP സ്കൂൾ. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിൽ ആരൊക്കെയുണ്ട് ഹനീനയോടൊപ്പം? ഉമ്മയും താത്തയും. ഓക്കെ, ഉമ്മയുണ്ട്, താത്തയുണ്ട്. അവരുടെ പേരൊക്കെ പറയൂ. ഉമ്മാന്റെ പേര് സെലീന. ഓക്കെ എന്റെ താത്താന്റെ പേര് ഹിസാന. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് താത്ത പഠിക്കുന്നത്? ഡിഗ്രി. ഓക്കെ, മാഷാ അല്ലാ. അപ്പോ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഷയം അറിയാലോ, റമദാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഷയം. ചോദ്യങ്ങൾ ചോദിക്കട്ടെ, റെഡി അല്ലേ? ആ ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇർഫാൻ, ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ ഖദർ എത്ര ആയത്തുകളുണ്ട്? സൂറത്തുൽ ഖദറിൽ എത്ര ആയത്തുകളുണ്ട്? ചോദ്യം വ്യക്തമായോ? ആ ഓക്കെ, എന്നാ വേഗം ആ കുടുംബത്തോടൊപ്പം ആലോചിച്ച് ഉത്തരം പറയുക. ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. 5 ആയത്ത്. എത്ര? 5 ആയത്താണോ? 5 ആയത്ത് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ ഇർഫാൻ? മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. അപ്പോ ടൈമർ ഓൺ ആക്കാനുള്ള സമയം നമുക്ക് തന്നില്ല, ചോദ്യം പറയാനുള്ള സമയം കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്തു? ഉത്തരം പറഞ്ഞു. മാഷാ അല്ലാ. അപ്പൊ എന്നാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്നാണ് മനസ്സിലായത്. രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഹനീന കേൾക്കുന്നുണ്ടോ? റെഡി അല്ലേ ഹനീന? ആ റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? ചോദ്യം കേൾക്കുന്നുണ്ടോ? പറയണത് കേൾക്കുന്നുണ്ടോ? ഇല്ല, ക്ലിയർ കുറവാണ്. ക്ലിയർ കുറവ്. ഏതായാലും ചോദിക്കാം, കേട്ടോളൂ. ചോദ്യം ഇതാണ്: സൂറത്തുൽ ഖദർ എവിടെ അവതരിച്ചതാണ്? സൂറത്തുൽ ഖദർ 5 ആയത്തുകൾ ഉള്ള സൂറത്തുൽ ഖദർ എവിടെയാണ് അവതരിച്ചത്? ക്ലിയർ ആവില്ല. ഓക്കെ, ചോദ്യം വ്യക്തമാകുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇതാണ്: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അവതരിച്ചത് എവിടെയാണ്? നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ മക്കി സൂറത്തുകളെന്നും മദനി സൂറത്തുകളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അവതരിച്ചത് എവിടെയാണ്? മക്കി സൂറത്താണോ മദനി സൂറത്താണോ? ഉത്തരം ആലോചിച്ച് പറയാനുള്ള സമയമുണ്ട്. ടൈമർ ഇവിടെ ഓണാണ്. ഫാമിലിയുമായിട്ട് എത്രയും പെട്ടെന്ന് ആലോചിച്ച് ഉത്തരം പറയുക. ചോദ്യം വ്യക്തമാണല്ലോ? ആ ഓക്കെ, എന്നാ വേഗം ഉത്തരം പറഞ്ഞോളൂ. മദനി എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉറപ്പിക്കാമോ? ആ ഓക്കെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ എവിടെ അവതരിച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻസാഫ്, എന്താണ് ഉത്തരം? പറയൂ. ഉത്തരം മക്കയിലാണ്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. എന്നാൽ നമുക്കറിയാം സൂറത്തുൽ മക്കിയ എന്ന് പറയുമ്പോൾ എല്ലാം മക്കയിൽ അവതരിച്ചതല്ല. അല്ല, അതിന് കറക്റ്റ്. ക്ലിയർ ആണില്ല. ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളെയാണ് മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അവതരിച്ചത് മക്കയിലായിരിക്കുകയാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ മദനി എന്നുള്ള ഉത്തരമാണ് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ ഉത്തരം തെറ്റിപ്പോയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയത് കൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക്? ഓക്കെ, സമ്മാനം നേടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ തവണയാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, അടുത്ത പ്രാവശ്യം സമ്മാനവുമായി നേടാൻ പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അല്ലേ, ധാരാളം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വിശുദ്ധ ആ ഒരു ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകൾ പറയുന്ന സൂറത്താണ്. ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാ അടുത്ത കോളർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്ത കോളിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇഹ്സാൻ. ഇർഫാൻ. എവിടെ നിന്നാണ് ഇർഫാൻ വിളിക്കുന്നത്? ഇഹ്സാൻ. എഹ്സാൻ. ആ, മാഷാ അല്ലാ. എഹ്സാൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എഹ്സാൻ കണ്ണൂർ ജില്ല വടക്കരയിൽ. കണ്ണൂർ ജില്ലയിലെ വടക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ, ഓക്കെ, ഏത് ക്ലാസ്സിലാണ് ഇർഫാൻ പഠിക്കുന്നത്? ഇഹ്സാൻ. സോറി, എഹ്സാൻ പഠിക്കുന്നത്. ഓക്കെ, രണ്ടാം ക്ലാസ്സിൽ. ഓക്കെ, ഇർഫാൻ എഹ്സാൻ എന്ന് വീണ്ടും വീണ്ടും തെറ്റിപ്പോകുന്നു അല്ലേ, സോറി. അപ്പോൾ എഹ്സാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ആ, ഓക്കെ, ഏത് സ്കൂളിലാണ്? GMLP. GMLP സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടാം ക്ലാസ് കഴിഞ്ഞു, ഇനി മൂന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് അല്ലേ? ആ, എഹ്സാന്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളത്? കൂടെ സംസാരിക്കാൻ, ടെലിക്വിസിലേക്ക് പങ്കെടുക്കാനൊക്കെ കുടുംബം കണ്ടോ? ഉമ്മാമ, ഉമ്മ, ഇത്താത്ത. ആ, ഓക്കെ. ഓക്കെ, മാഷാ അല്ലാ. അവരൊക്കെ പേര് പറയോ? ഹലീമ, ആ, നജീറ, ജൗഹറ. മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം ഏത് വിഷയത്തെ കുറിച്ചാണെന്നറിയോ? ചോദ്യം ഓക്കെ, റമളാന്റെ അവസാനത്തെ പത്ത്. അവസാനത്തെ ഓക്കെ, പത്ത്, റെഡി റെഡി. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആ, ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ നമുക്കൊരു കുട്ടി ആങ്കർ ഇവിടെ ഉണ്ട് അല്ലേ, ഇർഫാൻ. ഒന്നാം ചോദ്യം ഇർഫാന് ചോദിക്കും. ഇർഫാനോട് ഇഹ്സാനോട് ഇർഫാനാണ് ചോദിക്കണത്. അതെ, അതെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാല്ലേ. ആ, എത്ര മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദർ? 1000. ഓ, മാഷാ അല്ലാ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞില്ലേ. ആ, നേരത്തെ ഇർഫാൻ പറഞ്ഞ് നിർത്താൻ കാത്തു നിൽക്കാണ് എഹ്സാൻ ഉത്തരം ഉത്തരം പറയാതെ. പറയാം. മാഷാ അല്ലാ. വളരെ ഓക്കെ, പെട്ടെന്നാണ്. അപ്പൊ എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ശരിയാക്കിയെന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ ഇഹ്സാനെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ, റെഡി ആണല്ലോ അല്ലേ? ആ, ഓക്കെ, 2 ചോദ്യം കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞാൽ ഇഹ്സാൻക്ക് എന്താണ് കിട്ടുക? സമ്മാനം. സമ്മാനം കിട്ടിയിട്ടുണ്ടോ ടെലിക്വിസിന് മുമ്പ്? വിന്നറായിന്. വിന്നറാണ്. മാഷാ അല്ലാ. ആയത്തൊരു വിന്നറാണ് വിന്നറും കൂടിയാണ്. ഇപ്രാവശ്യം സമ്മാനവുമായിട്ട് പോകുന്നുള്ള അതെ, അതെ, അതെ. ആശയിലാണ് ഇൻഷാ അല്ലാ. ഏതായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇഹ്സാനെ ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആനിൽ ആദ്യമായി നബിക്ക് അവതരിച്ച വചനങ്ങൾ എത്രാമത്തെ സൂറത്തിലേതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഖുർആനിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വചനങ്ങൾ എത്രാമത്തെ സൂറത്തിലേതാണ്? ചോദ്യം വ്യക്തമാണോ? ആ, ഓക്കെ, എന്നാ പെട്ടെന്ന് ആലോചിച്ച് ഉത്തരം പറയുക. ടൈമർ ഉമ്മച്ചിനോടും ഉപ്പച്ചിനോടൊക്കെ ചോദിക്കുക. ആരൊക്കെയുണ്ടോ അവരോടൊക്കെ ചോദിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം. ഏത് സൂറത്തിലാണെന്നുള്ളതാണ്. 96. 96. ഓക്കെ, ഏതാണ് സൂറത്തിന്റെ പേര് പറയൂ? 96ാമത്തെ അലക്ക്. അലക്ക്. ഉറപ്പാണ്? മാറ്റില്ല? ഇല്ല. ഇല്ല, 100% ഉറപ്പാണ്. എന്നാൽ 100% ശരിയാണ്. മാഷാ അല്ലാ. അപ്പോൾ മാഷാ അല്ലാ, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം അല്ലേ, സമ്മാനത്തിലേക്കുള്ള കണ്ണൂരിലെ എഹ്സാന്റെ വീട്ടിലേക്കുള്ള സമ്മാനത്തിലേക്കുള്ളൊരു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാതിരിക്കുകയാണ്. ചോദിക്കട്ടെ? ആ, റെഡിയാണല്ലോ? ആ, ശരി, മൂന്നാമത്തെ ചോദ്യം. മോനെ, ഇവിടെ ഒരു ഓഡിയോ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കും. അതിനുശേഷം ചോദ്യം പറയാം. റെഡിയാണല്ലോ? ആ. ഓക്കെ, ശരി, നമുക്ക് ആയത്ത് കേൾക്കാം. ഓക്കെ, ചില സാങ്കേതിക പ്രയാസമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഒന്നും കൂടി ചോദിക്കുകയാണ്. വേറൊരു ചോദ്യം ചോദിക്കാം. റെഡിയാണല്ലോ? ഓതി. ആ, ഓക്കെ,
മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് വഹി അറിയിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് മറന്നു പോയത് എങ്ങനെയാണ്? ചോദ്യം വ്യക്തമാണോ? ചോദ്യം വ്യക്തമാണോ? ആ. ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് അറിയായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? അത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറപ്പിച്ച് കളഞ്ഞു. എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും? എങ്ങനെയാണത്? ജനങ്ങൾ ഒരു തർക്കം ഉണ്ടായിട്ട്. ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിട്ട് എന്നാണ് ഉത്തരം പറഞ്ഞല്ലേ? ഓക്കെ, ജനങ്ങൾക്കിടയിൽ എന്നല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് ജനങ്ങളിലേക്ക്, സഹാബിമാരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പോകുമ്പോൾ രണ്ട് വിശ്വാസികൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാകുന്നത് കാണുകയും അത് പരിഹരിക്കാനായിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ച് കളഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. ഇഹ്സാൻ, ആ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിവസം മറന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഇന്ന രാവാണ് എന്ന് മറന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? എന്തായിരിക്കും സംഭവിക്കുക? ആ ദിവസം മാത്രം എല്ലാരും വളരെ മിടുക്കനാണ്. അന്നേ ദിവസം പള്ളിയൊക്കെ നിറയും അല്ലേ? ബാക്കിയൊരു ദിവസം ആൾക്കാർ ആരും ഉണ്ടാവില്ല പള്ളിയിലാണ്. ഏതായാലും നുസാൻകാ ഉഷാറാണ്. മാഷാ അല്ലാ. എന്തായാലും ഇഹ്സാൻ രണ്ടാമത്തെ തവണയല്ലേ സമ്മാനം നേടുന്നത്? ഓക്കെ, മാഷാ അല്ലാ. അപ്പോ സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും അയൽവാസികളായിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയണം, എന്ത്, ഞാൻ പീസ് റേഡിയോയിലേക്ക് വിളിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് സമ്മാനം ലഭിച്ചു എന്ന് പറയണം. പറയൂലേ? ഓക്കെ, വിളിക്കലുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കോളർമാർ ഇങ്ങനെ വരുന്ന സമയം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ദിവസം പല ആളുകൾക്കും എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല എന്നുള്ളത് ഒരു പരാതിയായിട്ട് പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. എന്തായാലും ശ്രോതാക്കൾ ക്ഷമിക്കുക എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും സമ്മാനം ഇൻഷാ അല്ലാ ഉടൻ തന്നെ എത്തും. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, പീസ് റേഡിയോ റമളാൻ ലൈവ് ഫാമിലി ടെലിവിഷൻ തുടരുകയാണ്. അതോടൊപ്പം ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു പരാതി എന്നുള്ള ആളെ എന്നും വിളിക്കലുണ്ട് എന്ന് പറഞ്ഞു. ഈ റമളാൻ ലൈവ് ഫാമിലി ടെലിവിഷൻ റമളാനിൽ മാത്രമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അല്ലാത്ത ദിവസങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ടെലിക്യൂസുകൾ കുട്ടികൾക്കായിട്ട് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്യൂസിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പീസ് റേഡിയോ ഡെയിലി ക്യൂസ് എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ദിവസവും ഒരു ചോദ്യം ചോദിക്കും, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡെയിലി ക്യൂസിൽ നിങ്ങൾ നൽകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ആളുകൾക്ക് സമ്മാനം ലഭിക്കുമെന്നുള്ളതാണ്. ആ ഒരു ക്യൂസിൽ എല്ലാവരും ഈ ഒരു റമളാൻ ലൈഫ് ഫാമിലി ടെലിവിഷനിലേക്ക് വിളിച്ചിട്ട് ലഭിക്കാത്ത ആളുകൾ ആ ഒരു ക്യൂസിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും അടുത്തൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹംദാൻ EP അല്ലേ? ഓക്കെ, മാഷാ അല്ലാ. പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത് ഹംദാൻ? പെരിന്തൽമണ്ണയിൽ നിന്ന്. മാഷാ അല്ലാ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മിടുക്കനാണ് അല്ലേ? ഓക്കെ, നോമ്പ് നോറ്റിട്ടുണ്ടോ ഒന്ന്? എത്ര നോമ്പ് എടുത്തു? ഉച്ചവരെ എടുത്തു. മാഷാ അല്ലാ. ഓക്കെ, എന്തായാലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലേ, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ വിഷയം അറിയോ? റമളാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഷയം. ഓക്കെ, ശരി, ചോദ്യം ചോദിക്കട്ടെ? റെഡി ആണല്ലോ?
ആ അതിനു മുമ്പ് ഇന്ന് ആരൊക്കെയുണ്ട് ഇന്ന് ഹംദാനോടൊപ്പം ഈ ഒരു റമദാൻ ലൈവ് ഫാമിലി ടെലിഗസിൽ പങ്കെടുക്കുന്നത്? കാക്കുമ്മി കാക്കയുണ്ട്, ഉമ്മയുണ്ട്. കാക്കാന്റെ പേരെന്താ? ആദി ഫാദി അല്ലേ? ഫാദി. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, മാഷാ അല്ലാ. എന്തായാലും നമുക്ക് അധികം വൈകിപ്പിക്കാൻ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? അതെ. ഓക്കെ. ആ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, ചോദിക്കും ഇർഫാൻ. ഒന്നാമത്തെ ചോദ്യം, ലൈലത്തുൽ ഖദർ ഏതു മാസത്തിലാണ് നിലകൊള്ളുന്നത്? റമദാൻ മാസത്തിൽ മാഷാ അല്ലാ. ഉറപ്പാണോ ഹംദാൻ? ഉറപ്പാണോ? ആ ആ ഉറപ്പാണ്. ചോദ്യത്തിന് ഉത്തരം പ്രത്യേകിച്ച് പോലെ അല്ലെങ്കിൽ ചോദ്യം പ്രത്യേകിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസ് ഞാനിങ്ങനെ വായിക്കാം. ഓക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഹദീസാണത്. അതിലൊരു ചെറിയ ഭാഗം വിട്ടുപോയിട്ടുണ്ടാകും. ആ ഭാഗം ഏതാണ് എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞാൻ വായിക്കാം. ഓക്കെ. ഓക്കെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ ഡാഷ് ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇഹ്തിസാബൻ വഹ്തിസാബൻ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ. ഉത്തരം ശരിയാണ്. ആരാ ഉത്തരം പറഞ്ഞത്? കാക്കു കാക്കയാണ്. മാഷാ അല്ലാ. കാക്ക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാക്കയാണ് അപ്പോൾ ഉത്തരം പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ? ഫാദിൽ അല്ലേ? മാഷാ അല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ? ഇതിനു മുമ്പ് പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിഗസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുകയാണ്. സമ്മാനം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ഹംദാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചോദിക്കട്ടെ? ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞാൽ ഹംദാൻക്ക് സമ്മാനം കൊണ്ടുപോവാ. റെഡിയാണ്? ഓക്കെ. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം ഹംദാൻ. കാക്കനോടും ഉമ്മാനോടൊക്കെ ചോദിക്കുക, എന്നിട്ട് ഉത്തരം പറയാം. ചിലപ്പോൾ ഹംദാൻക്ക് തന്നെ ഒറ്റയ്ക്ക് ഉത്തരം പറയാനുള്ള ചോദ്യം, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഖുർആൻ അവതരിക്കുന്നത് മുമ്പ് തന്നെ അതിൻ്റെ പൂർണ്ണ രൂപം രേഖപ്പെടുത്തിയിരുന്നത് എവിടെയാണ്? ചോദ്യം വ്യക്തമാണോ? വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുന്നതിന് മുൻപ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പരിപൂർണമായിട്ട് മുഴുവനായിട്ടും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആനും എന്തുണ്ട്? സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെവിടെയാണ് എന്നാണ് ചോദ്യം. അതെ. ഒന്നും കൂടി ആലോചിക്കുക. ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. കാക്കുവിനോടൊക്കെ ചോദിക്കുക, തെറ്റരുത്. എവിടെയാണ് ആ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? എവിടെയാണ്? സ്വർഗത്തിൽ എന്നാണ് ഉത്തരം. ഓക്കെ. ഉറപ്പിക്കാമോ? ഫൈനലായിട്ട് ഒരു ആൻസർ പറയൂ. മാറ്റമില്ലല്ലോ? ഓക്കെ. നുസ്വാൻക മാറ്റമില്ല എന്നാണ് ഉത്തരം പറയൂ. എന്താണ് ഉത്തരം? ലൗഹുൽ മഹ്ഫൂൽ ആണ് ഉത്തരം. നിർഭാഗ്യവശാൽ ഹംദാൻ മോനെ തെറ്റിയിരിക്കുകയാണ്. പ്രശ്നമില്ല, കാരണം റമദാൻ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും വിളിക്കാം, ഇനിയും ടെലിക്വിസിലേക്ക് വിളിക്കാം. അതെ, അത്രേ ഉള്ളൂ. നമ്മള് സമ്മാനം ലഭിക്കുക എന്നുള്ളതല്ല. അപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ ഹംദാൻ മോൻക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ലൗഹുൽ മഹ്ഫൂദിൽ എന്തുണ്ട് അല്ലേ? ലൗഹുൽ മഹ്ഫൂദ്. യെസ്, അതാണ് ഉത്തരം. അപ്പോൾ ഹംദാൻ മോൻക്ക് ഉത്തരം ഒരു അറിവും കൂടി കിട്ടി നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വീണ്ടും ഇനിയുള്ള ടെലിക്വിസിലേക്കൊക്കെ അത് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വീണ്ടും ട്രൈ ചെയ്യുക.
അള്ളാഹു അറിവൊക്കെ വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, വലൈക്കും സലാം. വളരെയധികം സങ്കടമുണ്ട് അല്ലേ? നിർഭാഗ്യവശാൽ ഒരു ചെറിയ വളരെ ആവേശത്തിലായിരുന്നു. ആവേശത്തിലായിരുന്നു. നമുക്ക് അനിവാര്യമായ ഒരു ബ്രേക്കിന് സമയമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ വേഗം തിരിച്ചു വരാം. ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ, ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകൂ. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി, ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസ് തുടരുകയാണ്. റമദാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന മത്സരാർത്ഥികളോട് ചോദിക്കുന്ന ചോദ്യം. 5ാമത്തെ കോൾ, നമ്മുടെ അടുത്തൊരു കോള് നമ്മൾ റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 4 കോളുകൾ നമ്മൾ കഴിഞ്ഞു അല്ലേ? മാഷാ അല്ലാഹ്. എന്നാലും ഒരാളുകളാണ് വിന്നറായിട്ട് മാറിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 5ാമത്തെ കോൾ ഇൻഷാ അല്ലാഹ് സമ്മാനം ലഭിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. പീസ് റേഡിയോ റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ. ഫാത്തിമ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ജില്ല കടവത്തൂർ. കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. ഏത് ക്ലാസ്സിലാ ഫാത്തിമ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, ഏത് സ്കൂളിലാണ്? കടവത്തൂർ സ്കൂള്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇത് ചോദ്യമല്ല, ജസ്റ്റ് അറിയോ എന്ന് നോക്കാൻ വേണ്ടി ചോദിക്കണം. ഫാത്തിമ എന്നുള്ളത് ഒരു നമുക്ക് അറിയാവുന്നല്ലേ, നമുക്ക് എല്ലാവർക്കും, വിശ്വാസികൾ എല്ലാവരും അറിയുന്ന ഒരാളുടെ പേരുണ്ട്. ആരാണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളല്ലേ? ട്രെയിനിലോള് വിജയിച്ചു. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ഫാത്തിമ, ആരൊക്കെയുണ്ട് ഇപ്പോ ഈ ഒരു റമദാൻ ലൈവ് ഫാമിലി ടെലിക്വിസിൽ ഫാത്തിമയോടൊപ്പം? ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ 1ാമത്തെ ചോദ്യം ചോദിക്കാൻ നമ്മുടെ കുട്ടി ആങ്കർ ഇവിടെ ഉണ്ട്, ഇർഫാൻ അല്ലേ? ചോദിക്കാം. 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ലൈലത്തുൽ ഖദറിൽ അവതീർണമായ വിശുദ്ധ വേദഗ്രന്ഥം ഏത്? ചോദ്യം വ്യക്തമല്ലേ? മാഷാ മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. അപ്പോ ഉത്തരം നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ? ഫാത്തിമ റെഡി അല്ലേ?
ഓക്കെ, നമുക്കറിയാം അവസാനത്തെ 10 നമ്മളെ വിഷയം. നമ്മൾ അവസാനത്തെ ഏറ്റവും കർമ്മങ്ങൾ കൊണ്ടൊക്കെ മുന്നിട്ട് നിൽക്കേണ്ട ഒരു രാവുകളാണ്, ദിനരാത്രങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ അല്ലേ. 1000 മാസങ്ങളേക്കാൾ ഖൈറാണ് ഒരു രാത്രി. ആ ഒരു രാത്രിക്ക് വേണ്ടിയിട്ടാണ് വിശ്വാസികളായ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ് മോളെ ഫാത്തിമ, ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്തുൽ ഖദർ എന്ന ആ സൂറത്ത് എത്രാമത്തെ സൂറത്താണ്? സൂറത്തുൽ ഖദർ എത്രാമത്തെ സൂറത്താണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണോ? ചോദ്യം വ്യക്തമാണോ മോളെ? ഇല്ല. സൂറത്തുൽ ഖദർ, ആ സൂറത്തുൽ ഖദർ എത്രാമത്തെ സൂറത്താണ്? അതാണ് ചോദ്യം. എത്രാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖദർ? ക്ലിയർ അല്ലേ ഫാത്തിമ? ഓക്കെ, എന്നാ വേഗം ആലോചിച്ച് ഉത്തരം പറയുക. ടൈമർ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറയുക. എല്ലാരോടും ചോദിക്കുക, ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ചോദിക്കുക. കൂട്ടായ ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഫാത്തിമ ഒറ്റക്ക് ഉത്തരം പറയണ്ട. അപ്പോൾ ടൈമർ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറയുക. ഓക്കെ, അറിയോ? ഉത്തരം മനസ്സിലായോ? ഉത്തരം പറഞ്ഞോ? 97 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കുറച്ചൊരു മൗനം ഫാത്തിമ എടുത്തു, എന്നാലും ഉത്തരം അവള് പറഞ്ഞു അല്ലേ? ആരാ ഉത്തരം പറഞ്ഞേ? ഉമ്മയാണ് പറഞ്ഞത്. മാഷാ അല്ലാ. അല്ലെ, ഉമ്മയുടെ പേര് പറയൂ. സാജിദ. മാഷാ അല്ലാ. അപ്പോ അവസാനത്തെ ചോദ്യം അല്ലേ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണം. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല. വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഫാത്തിമ? അതാണ് കിട്ടലില്ല എന്നുള്ളതാണ്. അതാണ് എല്ലാവരും പരാതി. നമ്മളെ പീസ് റേഡിയോ ഡെയിലി ക്യൂസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ദിവസവും എന്ത് ചെയ്യുക, ഒരു ചോദ്യം, അതിന് ഉത്തരം അയച്ചാൽ ഇൻഷാ അല്ലാ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് സമ്മാനം ഉണ്ടാകും. ഇതിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിരാശരാവേണ്ട, ദിവസം ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ശരി. എന്നാൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. മൂന്നാമത്തെ ചോദ്യം ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ആയത്ത് ഇൻഷാ അല്ലാ പ്ലേ ചെയ്യും. ആ ആയത്ത് കേട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. റെഡിയാണല്ലോ? ശ്രദ്ധിച്ച് കേൾക്കട്ടോ ആയത്ത്. بل هو قرآن مجيد في لوح محفوظ. ചോദ്യം കേട്ടോ? വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലെ ആയത്താണിത്. ഏതാണ് ഈ സൂറത്ത്? ചോദ്യം ആയത്തൊന്നും കൂടി പ്ലേ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ആയത്തൊന്നും കൂടി പ്ലേ ചെയ്തരാം. بل هو قرآن مجيد في لوح محفوظ. ഓക്കെ, ഇപ്പൊ വ്യക്തമായല്ലോ? ഓക്കെ, എങ്കിൽ വേഗം ഉത്തരം പറയൂ. ഏത് സൂറത്താണിത്? നമ്മുടെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. സൂറത്തുൽ ബുറൂജ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ഉത്തരം ശരിയാണ്. അപ്പോ 3 ചോദ്യങ്ങൾ. ആദ്യമായിട്ട് റമളാൻ ലൈവ് ഫാമിലി ടെലിവിഷനിലേക്ക് വിളിച്ചിട്ട് കിട്ടി. മാത്രമല്ല എന്ത് ചെയ്തു, സമ്മാനവും ലഭിച്ചു. സന്തോഷായോ? മാഷാ അല്ലാഹ്. അപ്പോ കണ്ണൂരിലേക്ക് ഒരു സമ്മാനം കൂടി അല്ലേ? ഇപ്രാവശ്യം 2 സമ്മാനം കണ്ണൂരിലേക്കാണ് പോയത് അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ഇത് കണ്ണൂരിലുള്ള ആളുകൾ ഇത് തൂത്തുവാരി കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കാം. ഓക്കെ, അപ്പോ സന്തോഷായല്ലോ അല്ലേ? ഓക്കെ, അപ്പോ എന്തായാലും നമ്മുടെ സമ്മാനം ഇൻഷാ അല്ലാഹ് എത്തും. എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മാഷാ അല്ലാ, കണ്ണൂരിൽ നിന്ന് രണ്ടാമത്തെ സമ്മാനമാണ് അല്ലേ? അതെ, അതെ, ഓക്കെ, കണ്ണൂരിലേക്ക്. അപ്പോൾ കണ്ണൂരിലേക്കുള്ള രണ്ടാമത്തെ സമ്മാനമാണ്. മാഷാ അല്ലാ, എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് വിഷയം ആദ്യം തന്നെ ഒരുങ്ങിയിട്ടാണ് വിളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഒക്കെ കേൾക്കുന്നത്. ഓക്കെ, ചില ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ ചോദിച്ചാലും പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉത്തരം പറയുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, എന്നാലും അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം അല്ലേ? അതെ. ഓക്കെ, അടുത്തൊരു കോൾ നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷെസ ഫാത്തിമ. ഷെസ ഫാത്തിമ, ശരിയാണോ പേര്? യെസ്. ഓക്കെ, എവിടെ നിന്നാണ് ഷെസ ഫാത്തിമ വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്? മഞ്ചേരി. മഞ്ചേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുകയാണോ? ആ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ് ആണ്. മാഷാ അല്ലാ. സ്കൂളൊക്കെ ഇപ്പോൾ ലീവാണല്ലോ അല്ലേ? ആ, ഓക്കെ, ആരൊക്കെയാണ് കൂടെ ഉള്ളത് വിളിക്കുമ്പോൾ ടെലിക്വിസിലേക്ക് വിളിക്കുന്ന സമയത്ത്? എന്റെ ഉമ്മയുണ്ട്, ഉമ്മമ്മ ഉണ്ട്, പിന്നെ എന്റെ അനിയനുണ്ട്, പിന്നെ പിന്നെ വേറെ ആരുമില്ല. അനിയന്റെ പേര് പറയൂ. ഷാദിൻ. ഷാബിൻ. ഷാബിൻ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് അനിയൻ പഠിക്കുന്നത്? 1ാം ക്ലാസ്സില്. മാഷാ അല്ലാ, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുകയാണോ ടെലിക്വിസിലേക്ക്? അതല്ലെങ്കിൽ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല, കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, വിന്നറായിനു. ആ, മാഷാ അല്ലാ. അപ്പോ ഓക്കെ. ഇപ്രാവശ്യം റമദാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ് വിഷയം. ചോദ്യങ്ങൾ ചോദിക്കട്ടെ, റെഡിയാണല്ലോ? ആ, ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ആ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് റമദാനിലെ അവസാനത്തെ 10ലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലെ ഏത് രാത്രിയിലാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ചില രാത്രികളെ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രാത്രിയിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കുക എന്നുള്ളത്. ഏതാണത്? ചോദ്യം വ്യക്തമാണോ? ഉത്തരം പറ. ഒറ്റ രാവുകളിൽ. മാഷാ അല്ലാ, റമദാനിലെ അവസാനത്തെ 10ലെ ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തായാലും ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ലൈലത്തുൽ ഖദറിൻ്റെ ശാന്തി ആ രാത്രിയിൽ ഏത് സമയം വരെ ഉണ്ടാകും? മനസ്സിലായ? ഒന്നും കൂടെ പറയോ? ഓക്കെ, ലൈലത്തുൽ ഖദറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു ആ രാത്രി ശാന്തിയുള്ള രാത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദറിന്റെ സമയം ഏതുവരെ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. രാത്രിയുടെ 3ാം യാമത്തിൽ. രാത്രിയുടെ 3ാം യാമത്തിൽ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഷെസ ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇതാണ്, അവസാനം ആ ഒരു ലൈലത്തുൽ ഖദർ ഏതൊരു ആ സൂറത്ത് തന്നെ നമുക്ക് പാരായണം ചെയ്താലൊക്കെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. ലൈലത്തുൽ ഖദറിന്റെ അവസാനത്തെ സമയം ഏതുവരെ എന്ന് പ്രവാചക വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. ഏതാണ് ചിന്തിച്ച് ആലോചിച്ച് പറയാ ഷെസ. ഫാമിലിയോട് ആലോചിക്കാനുള്ള സമയമുണ്ട്. ടൈമർ ഡൗൺ ആയിട്ടുണ്ട്. ഫാമിലിയോട് ആലോചിച്ച് ഉത്തരം പറയുക. പ്രഭാതോദയം വരേക്കും. മാഷാ അല്ലാ, ഉത്തരം പറഞ്ഞിരിക്കുകയാണല്ലേ? ഉത്തരം ശരിയാണോ? മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അപ്പൊ ആരാ ഉത്തരം പറഞ്ഞത്? ആ, ഉമ്മമ്മയാണല്ലേ? മാഷാ അല്ലാ. എന്താ ഉമ്മമാരുടെ പേര് പറയൂ? റുബീന. മാഷാ അല്ലാ. എന്തായാലും രണ്ടാമത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇർഫാന് കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം, പക്ഷെ അവൾ കൃത്യമായി ശരിയാക്കി ചോദ്യം. ഓക്കെ, ഏതായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഷെസ ഫാത്തിമ റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ അവസാനത്തെ 10ലാണല്ലോ ഉള്ളത് അല്ലേ? ഒരുപാട് പ്രത്യേകതകളുള്ള രാത്രികളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്, എത്തിക്കാഫ് എന്ന കർമ്മം നമുക്കറിയാം. പള്ളിയിൽ
ഇരിക്കുന്നതിനാണ് ഇത്തികാഫ് എന്ന് പറയുക. പള്ളിയിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും എല്ലാ മറ്റു ഇതൊന്നൊക്കെ മാറി നിന്ന് പള്ളിയിൽ ഇരിക്കുന്നതിനാണ് ഇത്തികാഫ് എന്ന് പറയുക, ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഇത്തികാഫ് എന്ന കർമ്മത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത്തികാഫ് എന്ന കർമ്മത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ഓക്കെ. ആ ഇഅ്തികാഫ് എന്ന കർമ്മത്തിന്റെ വിധി എന്താണ്? ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞേട്ടോ. ഓക്കെ സംശയം ഉണ്ടെന്ന് ഞാൻ നോക്കാം. നമുക്കറിയാം ചില കർമ്മങ്ങള് ഫറലുണ്ട്, ചില കർമ്മങ്ങള് സുന്നത്തുണ്ട് എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇഅ്തികാഫ് എന്ന് പറയുന്ന കർമ്മം, ആ കർമ്മം എന്തായിട്ടാണ് വരുന്നത്, അതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ്. ഫറലാണോ സുന്നത്താണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ? അതെ, വിധി മക്രൂഹ് ആണോ അല്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. നിർബന്ധമായിട്ട് നമ്മൾ ഇരിക്കേണ്ടതാണോ, അതല്ല വെറുക്കപ്പെട്ടതാണോ, അതെ, അതല്ല സുന്നത്താണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. വിധി എന്ന് ചോദിക്കുന്നത് സുന്നത്ത് എന്നുള്ളതാണ് പറഞ്ഞത്. ഉറപ്പാണോ ഷസ? മാറ്റൊന്നുമില്ല ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. ഏതായാലും ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ. അപ്പൊ എന്തായാലും മൂന്നാമത്തെ ചോദ്യമാണ് ശരിയാക്കിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്ത് ലഭിച്ചു? സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. സന്തോഷം ഇവിടെ അറിയുന്നുണ്ടല്ലോ, ആ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിന്. നമ്മളെ കോള് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇനിയും വിളിക്കുക, സമ്മാനം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായാലും വളരെ സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ സമ്മാനമാണ് നേടിക്കൊണ്ട് ഇതിൽ വിളിച്ച് കിട്ടുക എന്ന് തന്നെ പറയുമ്പോൾ അത് വേറെ സന്തോഷമാണ്. കാരണം ധാരാളം കോളുകൾ, ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ധാരാളം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ റമളാൻ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നിധമോൾ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നിധമോൾ വളാഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? മാഷാ അല്ലാ. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നാണ്. ഏത് ക്ലാസ്സിലാണ് നിധമോൾ പഠിക്കുന്നത്? മാഷാ അല്ലാ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഈ റമളാൻ ലൈവ് ഫാമിലി ടെലിക്സ് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഉമ്മയുണ്ട്. ഉമ്മയും നിധയും മാത്രമാണ് പങ്കെടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം അറിയാലോ, റമളാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ് വിഷയം. ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡിയാണല്ലോ? ഓക്കെ. സൂറത്തുൽ ഖദറിൽ പറയുന്ന പ്രകാരം ലൈലത്തുൽ ഖദറിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സൃഷ്ടികൾ ആരാണ്? മലക്കുകൾ. മാഷാ അല്ലാ. ഉത്തരം അതെ, വളരെയധികം സിമ്പിളായി പോയല്ലേ? വളരെയധികം സിമ്പിളുള്ള ചോദ്യമാണ്, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഉത്തരം പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം 1000 മാസം എന്നത് എത്ര വർഷമാണ്? 83 വർഷം. 83 വർഷം. 83 വർഷം അല്ലേ? ഓക്കെ. 83 വർഷം മാത്രമാണുള്ളത്. ഉത്തരം ശരിയാണ്. അതെ, 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവുമാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ ചെറിയൊരു പ്രയാസമുള്ള ചോദ്യമാണ്. ഏതായാലും നിധയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് 1 അഫ്ളലുമൊക്കെ പഠിക്കുന്നത്, അപ്പോൾ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 10 പ്രതീക്ഷിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഏതായാലും ഒരു ഹദീസ് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ വിത്രി മിന ഡാഷ് മിൻ റമളാന. ഒന്നുകൂടി വായിക്കാം. ഡാഷ് എന്ന ഭാഗമാണ് നിധമോൾ ഫില്ല് ചെയ്യേണ്ടത്. ഹദീസ് ഒന്നുകൂടി വായിക്കാം. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹറൗ ലൈലത്തൽ ഖദരി ഫിൽ വിത്രി മിന ഡാഷ് മിൻ റമളാന. അശ്ശരി ഹവായിര് അൽ അശ്രിൽ അവാഖിർ. അതാണോ പറഞ്ഞത്? ആ ആ ഉറപ്പാണ് ആ ആ ഉസ്മാൻക? ഉത്തരം ശരിയാണ്. ഏത് എന്തായാലും നിലക്കും വിട്ടു തരുക തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മൂന്നാമത്തെ ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്തായാലും സന്തോഷമുണ്ട്, വിളിച്ചു, സമ്മാനം നേടി. ഇതിനു മുമ്പ് സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, സമ്മാനം നേടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാ എങ്ങനെയൊക്കെ ചോദിച്ചാലും വിട്ടു തരിക എന്നുള്ള രൂപത്തിലാണ്. മാത്രമല്ല അഫ്ളൽ ഉലമാകാരി കൂടിയാണ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ നമ്മൾ കോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ കോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.